വെൽക്കം ബാക്ക്. ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മൾ വിയറ്റ്നാമിൽ നിന്ന് തിരിച്ചു വരികയാണ് കേട്ടോ. കുറേ പേര് എന്നോട് ചോദിച്ചു എന്തുകൊണ്ട് വിയറ്റ്നാമിൻ്റെ ബാക്കി പോർഷൻ ഇടാത്ത, നിങ്ങൾ ഇതുവരെയും വിയറ്റ്നാമിൽ നിന്ന് തിരിച്ചെത്തിയില്ലേന്ന്. അങ്ങനെയുള്ളവർക്കാണ് ഈ വീഡിയോ. വേറെ ഒന്നും അല്ല കേട്ടോ, കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ ഇടയ്ക്ക് കുറേ ഹെൽത്ത് ഇഷ്യൂസ് അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ വിയറ്റ്നാമിൽ ചെന്നിറങ്ങിയ മുതൽ, അതായത് ഒരു ദിവസത്തെ ട്രിപ്പിൽ എന്തൊക്കെയാണ് നടന്നത്, എവിടെയൊക്കെയാണ് പോയതൊക്കെയാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഒരുപാടൊന്നും ഇല്ലെങ്കിലും കുറേയൊക്കെ ആവശ്യത്തിനുള്ള ക്ലിപ്സുകൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെയുള്ള ഒരുപാട് സ്ഥലങ്ങളുടെ വീഡിയോ ആണ് ഞാൻ ഇതിനകത്ത് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാണ് കേട്ടോ. ലാൻഡ് ചെയ്തതിനു ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഒരു 2 മണിക്കൂറെങ്കിലും നമുക്ക് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിൽക്കേണ്ടി വന്നു കേട്ടോ. ഇത് അവരുടെ ലാംഗ്വേജിൽ എന്തോ എയർ ഏഷ്യയിൽ നമ്മൾ ലാൻഡ് ചെയ്യുന്ന സമയത്ത് പറയുകയാണ്. എന്താണെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും അറിയത്തില്ല. അപ്പോൾ അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അവിടെ ചെന്ന് ഇറങ്ങിയതിന് ശേഷം എല്ലാവരും ഭയങ്കര ടയേർഡാണ്. കാരണം ലോങ് ജേർണി ആയിരുന്നു. ഫ്ലൈറ്റ് മാറി കയറലും ഓടലും പഴയ എൻ്റെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഗൈഡ് നമുക്ക് ഇൻഫർമേഷൻ തരികയാണ്. നിങ്ങൾക്ക് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സമയമുണ്ട്, കുറച്ച് സമയം. ആ സമയം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ റിഫ്രഷ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഇരിക്കുകയാണ്. ഓരോരുത്തരൊക്കെ ആയിട്ടാണ് പോകുന്നത് കേട്ടോ. ഭയങ്കര ക്ലീൻ ആയിരുന്നു. പിന്നെ ഇവിടെ നമുക്ക് സർവീസ് എന്ന് പറയുമ്പോൾ നല്ല സർവീസൊക്കെയാണ്. പക്ഷെ നമുക്ക് വിയറ്റ്നാമീസ് ഭാഷ അറിയുവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഉത്തമമായിരിക്കും കേട്ടോ. വിയറ്റ്നാമീസ് ഭാഷ എന്ന് പറയുമ്പോൾ എനിക്കറിയത്തില്ല എന്താ, കുറേയൊക്കെ നമുക്ക് ഈ ബ്രോഷറിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ വായിക്കൊള്ളാൻ പറ്റാത്ത ഓരോരോ വേർഡ്സ് ആണ് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പുറത്തിറങ്ങി ബസ്സിലേക്കാണ് കയറിയത്. ബസ്സിന് നമ്മളെ ഹോട്ടലിലേക്ക് കൊണ്ടുപോകും. അപ്പം ഞങ്ങളുടെ വിയറ്റ്നാമിലുള്ള ഗൈഡാണ് ഇയാൾ. നമുക്ക് കണ്ടു നോക്കാലോ. ഹോച്ചിമിൻ സിറ്റിയിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഇവിടെ നമുക്ക്, അതായത് എയർപോർട്ടിൽ നിന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂർ ജേർണിയാണുള്ളത്. ആവശ്യത്തിലേറെ ക്ഷീണിച്ചിട്ടാണ് വന്നത്. പിന്നെ ബസ്സിലും അതിലേറെ ക്ഷീണിച്ചിട്ടാണ് ഇനി ഹോട്ടലിലേക്ക് ചെല്ലുന്നത് കേട്ടോ. അപ്പോൾ ഹോട്ടലൊന്ന് ചെന്നിട്ടൊന്ന് കിടന്നാൽ മതി എന്നായിരുന്നു പ്ലാന്. അപ്പോഴത്തേക്കും ഗൈഡ് നമ്മളോട് പറഞ്ഞു ഇന്ന് എന്തായാലും ഒരു സ്ഥലത്ത് പോയേ പറ്റുള്ളൂ. പോകുന്ന വഴിയിൽ നമുക്ക് പരിചയമുള്ളൊരു ചിഹ്നം അവിടെ കണ്ടു കേട്ടോ. നമ്മളുടെ CPM-ന്റെ ചിഹ്നം തെറ്റിപ്പോയി, നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ. പിന്നെ ഒരു കൗതുകമേറിയ കാഴ്ച എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിലെ പോലെ കൂടുതലും എല്ലാവരും കാറല്ല യൂസ് ചെയ്യുന്നത്. സ്കൂട്ടി, ബൈക്ക്, അങ്ങനെയുള്ള മോട്ടോർ വെഹിക്കിൾസ്, 2 വീലറാണ് എല്ലാവരും യൂസ് ചെയ്യുന്നതായിട്ട് കണ്ടത് കേട്ടോ. ബിൽഡിങ്സ് ഒക്കെ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടാണ്, അടുക്കായിട്ടാണ് വെക്കുന്നത്. പിന്നെ ട്രാഫിക് റൂൾസ് ഒക്കെ ഇവിടെ സ്ട്രിക്ട്ലി ഫോളോ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ വഴിയോര കച്ചവടക്കാരുണ്ട്. പിന്നെ എല്ലാവരും നല്ല ക്ലൈമറ്റ് ആയത് കാരണം ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് കച്ചവടമൊക്കെ ചെയ്യുന്ന പോലെ നമുക്ക് തോന്നി. അപ്പം ഇന്ന് നമ്മൾ പോകുന്ന ഒരു സ്ഥലം ചുച്ചി ടണൽ എന്നൊരു ടണലിലേക്കാണ് പോകുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ പ്ലാൻ ചെയ്തത് കൊണ്ട് തന്നെ അവിടെ വലിയ ട്രക്കിംഗ് പോലത്തെ സംഭവങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടോയെന്ന് പറഞ്ഞത്. അപ്പം പിള്ളേരെയും കൊണ്ട് പോകുന്നത് ഏകദേശം നമുക്ക് അറിയാലോ ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പം ഞങ്ങളിന്ന് പോകണ്ടെന്ന് വെക്കുമ്പോഴേക്കായിരുന്നു നമ്മളുടെ ഗൈഡ് വേഗം തന്നെ പ്ലാൻ ഷിഫ്റ്റ് ചെയ്തിട്ട് നമുക്കിന്ന് ഷോപ്പിങ്ങിനാണ് പോകുന്നത്. ഒരു മിനി ഷോപ്പിങ്ങിനാണ് പോകുന്നത്. ലാസ്റ്റ് ഡേ എന്തായാലും ഒരു ഷോപ്പിംഗ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ എന്തായാലും റൂമിൽ ചെന്നതിന് ശേഷം ഫ്രഷൻ ചെയ്ത് വേഗം തന്നെ താഴേക്ക് വരണമെന്ന് പറഞ്ഞു. ഓരോരുത്തർക്കും അലോട്ട് ചെയ്തിരിക്കുന്ന ഓരോ ബസ്സുണ്ട്, ബസ് നമ്പറുണ്ട്. അപ്പം മാരിയറ്റിൻ്റെ റിനൈസൻസ് മറ്റൊരു ഹോട്ടലിലായിരുന്നു നമ്മളുടെ സ്റ്റേ. അടിപൊളി സ്റ്റേ ആയിരുന്നു, പറയാതിരിക്കാൻ വയ്യ. മാരിയറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ അറിയാലോ, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇത്രയും ബഡ്ജറ്റ് കൊടുത്ത് ചെയ്യില്ല എന്നുണ്ടെങ്കിലും നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു സ്റ്റേ കിട്ടുന്നത് അത്യാവശ്യമാണ് കേട്ടോ. നമുക്ക് നല്ലൊരു സ്റ്റേ കിട്ടിയാലേ നമുക്ക് ആ യാത്ര എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടെയുള്ള എല്ലാ സ്ഥലങ്ങളും, അതായത് ഏകദേശം ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ പല വഴികളിലൂടെ ചുറ്റിപ്പൊക്കെ പോകണം കേട്ടോ. നമുക്ക് പിന്നെ വഴി അറിയാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഏകദേശം അവിടെയുള്ള എല്ലാ ബ്രാൻഡഡ് കടകളും കണ്ടു. ഗുച്ചി, പിന്നെ ലാക്കോസ്റ്ററിൻ്റെ, പിന്നെ അങ്ങനെ പല എനിക്ക് ഓർമ്മയൊന്നും വരുന്നില്ല കേട്ടോ. ബോഡി ഷോപ്പിൻ്റെ, അങ്ങനെ പല കമ്പനികളിലെ പല ഷോറൂമുകൾ നമ്മൾ കണ്ടു. അങ്ങനെ അവസാനം റൂമിലെത്തി കേട്ടോ. റൂമിലെത്തുന്ന സമയത്തുള്ള വീഡിയോ ഞാൻ എടുക്കുന്നില്ല. റൂം ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ റൂം. ഞാൻ ചെല്ലുമ്പോഴത്തേക്കും അത് ഡോർ അടഞ്ഞു പോയിട്ടോ. സ്യൂട്ട് കേസൊക്കെ അകത്ത് വെച്ചിട്ടുണ്ട്. അപ്പം പ്രശാന്തൻ്റെ കയ്യിലായിരുന്നു കാർഡ്. അപ്പം പ്രശാന്തേട്ടൻ അകത്തുണ്ട്. അപ്പം പ്രശാന്തേട്ടൻ തുറന്നു തരണം. കഴിഞ്ഞ പ്രാവശ്യത്തെ ഏകദേശം ഒരു സ്പേഷ്യസ് റൂമായിരുന്നു. അത്രയും സ്പേഷ്യസ് അല്ലാന്നുണ്ടെങ്കിലും തുറക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അടിപൊളിയായിട്ടെന്ന് തോന്നും കേട്ടോ. നല്ലതായിരുന്നു. നമുക്ക് അത്യാവശ്യം 3 പേർക്ക് താമസിക്കാൻ പറ്റുന്നതിനേക്കാൾ ഏറ്റവും നല്ല അടിപൊളി ഒരു റൂമായിരുന്നു. അപ്പോൾ TV ഉണ്ട്, തൊട്ടപ്പുറത്തൊരു കോളേജാണെന്ന് മനസ്സിലായി. ഒരു വലിയൊരു ലൈറ്റ് ഉണ്ട്, പിന്നെ ഇൻ്റർനാഷണൽ ചാർജറുണ്ട്. നമുക്ക് വാം ലൈറ്റ് ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ ഓൺ ആക്കാം.
അടിപൊളി സെറ്റപ്പ് ആയിരുന്നു കേട്ടോ. അതെനിക്ക് പഠിച്ചെടുക്കാൻ കുറച്ച് സമയം എടുത്തു. പിന്നെ ഷെൽഫ് തുറന്നപ്പോൾ നമ്മളുടെ പെരേറയൊക്കെ ധരിക്കുന്ന പോലത്തെ ഡ്രസ്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, വൈറ്റ് ഡ്രസ്സൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് ഇതിനകത്ത്. പിന്നെ നമുക്ക് ജ്വല്ലറി ഐറ്റംസ് എന്തെങ്കിലും കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലോക്ക് ചെയ്യാൻ വേണ്ടി ലോക്കർ ഉണ്ടായിരുന്നു. പിന്നെ ഹെയർ ഡ്രയർ, ഹാങ്ങർ, ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ പെരേറയുടെ ഡ്രസ്സ് കേട്ടോ. ഇത് പക്ഷേ യൂസ് ഒന്നും ചെയ്തില്ല, നമുക്ക് സമയം ഉണ്ടായിരുന്നില്ല. പിന്നെ അയൺ ചെയ്യാനുള്ള അയൺ ടേബിൾ, അയൺ ബോക്സ്, കെറ്റിലുണ്ടായിരുന്നു. പിന്നെ ഇത് ഈ സൈഡിൽ വെച്ചേക്കുന്ന ഈ സ്ലൈഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു നമ്മളുടെ പ്രിങ്കിൾസ് പോലത്തെ ചിപ്സ് ഉണ്ടായിരുന്നു. പിന്നെ മാങ്ങ ഉണക്കിയതുണ്ടായിരുന്നു. പിന്നെ ഇതെന്തായിരുന്നു, ഇത് ഏകദേശം ഒരു പീനട്ട് പോലത്തെ ഒരു സാധനം. പിന്നെ കാഷ്യൂ, ഇതെന്തായിരുന്നു ഞാൻ ഓർക്കുന്നില്ല. ഇതൊരു ടൈപ്പ് ഓഫ് കാഷ്യൂ ആണ് കേട്ടോ. ഇത് വെച്ചത് കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇത് കഴിക്കാൻ പറ്റുന്നത്. തിന്നു വന്നിട്ട് അമ്മ ഇത് പൊട്ടിച്ച് തന്നു പറഞ്ഞപ്പം ഞാൻ എന്തോ ഒരു ഓർമ്മയിൽ ഞാനത് പൊട്ടിച്ചു കൊടുത്തുപോയി. പക്ഷെ നമുക്കിത് കോസ്റ്റ്ലി ആയിരുന്നു, ഭയങ്കര പൈസയായിരുന്നു കേട്ടോ. ഇവിടെ എല്ലാം അതും കൂടെ പറയണം, ഇവിടെ എല്ലാം നമ്മൾ ലക്ഷക്കണക്കിനാണ് പറയുന്നത് കേട്ടോ. 1.2 lakh, 3 lakh അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഇതായിരുന്നു നമ്മുടെ വാഷ്റൂം. വലിയ വിശാലമായ ബാത്ത് ടബ്, നല്ലൊരു വാഷ് ബേസിനൊക്കെ. അപ്പോൾ പുറത്തിറങ്ങി നോക്കിയപ്പം അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു സംഭവമാണ് കേട്ടോ. വേഗം തന്നെ ഞങ്ങൾ ഫ്രഷൻ ചെയ്ത് ഇറങ്ങി. അപ്പോൾ ഇനി ഞങ്ങൾ പോകുന്ന ഒരു മിനി ഷോപ്പിങ്ങിലേക്കാണ്. താഴെ എന്തോ ഒരു എക്സിബിഷൻ നടക്കുകയാണ് സ്റ്റുഡൻസിൻ്റെ. അപ്പം തെന്നും ശ്രീകും കൂടെ ഞങ്ങൾ ഇപ്പുറത്തെ റൂമായിരുന്നു ഷെയർ ചെയ്തിരുന്നത്. അപ്പം നമ്മളായിരുന്നു ഒരുമിച്ച് പോകുന്നത്. പിന്നെ അവിടെ താഴെ ഇറങ്ങിയപ്പം ക്രിസ്മസ് ടൈം ആയിരുന്നല്ലോ. അപ്പം അടിപൊളിയായിട്ട് എന്ത് രസമായിട്ടാണെന്ന് അറിയാം അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെങ്ങനെ കണ്ടിട്ടുണ്ട്, പക്ഷെ പ്രത്യേകിച്ച് യൂറോപ്യൻ കൺട്രീസിൽ അല്ലെങ്കിൽ പുറം രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്ന സമയത്തായിരിക്കും അവർ ക്രിസ്മസ് ഒക്കെ വേറൊരു എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും അവർ ആഘോഷിക്കുന്നത്. ഈ ക്രിസ്മസ് ട്രീ ഒക്കെ എത്ര ഹാർഡ് വർക്കിൽ അവർ ചെയ്തതായിരിക്കും അല്ലേ. അങ്ങനെ ഓരോ മൈന്യൂട്ട് കാര്യങ്ങളും ഈ റിസോർട്ടിൽ ഈ ഹോട്ടലിൽ നമുക്ക് എടുത്തു പറയണം കേട്ടോ. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. ഞങ്ങൾ ബസ്സിൽ കയറിയ സമയത്ത് തൊട്ടപ്പുറത്ത് കണ്ട ഡബിൾ ഡെക്കർ ബസ് ഉണ്ടല്ലോ, അതാണ് ഇവിടെ വരുന്ന യാത്രക്കാരെ അല്ലെങ്കിൽ ടൂറിസ്റ്റുകളെ വിയറ്റ്നാം ചുറ്റി കാണിക്കാൻ ഉപയോഗിക്കുന്ന ബസ്സാണത്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ ഇറങ്ങി പോകുന്ന വഴികളിലൊക്കെ കുറേ ഷോറൂമുകൾ, കുറേ ബ്രാൻഡഡ് കടകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പോകുന്ന വഴിക്കായിരുന്നു നമുക്ക് ഇതുപോലത്തെ ഒരു സാധനം വന്നാൽ വേറൊന്നുമല്ല, വിഷറി എന്ന് പാലക്കാട് പറയും. വിഷറി നിങ്ങൾക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ, വിയറ്റ്നാമീസ് വിഷറിയാണ്. ഇതിനകത്ത് കുറേ ഭാഷകളും നമുക്ക് ലാംഗ്വേജിൻ്റെ കുറേ വേർഡ്സുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഷോപ്പിംഗ് അടിപൊളിയായി ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെയാണ് പോകുന്നത്. ഇത് ഒരു വലിയ ബിൽഡിംഗ് ആണ് കേട്ടോ, പഴയ ബിൽഡിംഗ് ആണ്, 16th സെഞ്ച്വറിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണെന്നാണ് നമുക്ക് നമ്മളുടെ ഗൈഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഒന്നും പോകാനൊന്നും സമയം ഉണ്ടായിരുന്നില്ല, കാരണം നമുക്ക് ഭയങ്കര ടൈറ്റ് സ്കെഡ്യൂളായിരുന്നു നമ്മളുടെ ഗൈഡും കമ്പനിയൊക്കെ പ്രൊവൈഡ് ചെയ്തിരുന്നത്. എന്നാലും മാക്സിമം അവർ പറ്റുന്ന എല്ലാ സ്ഥലങ്ങളിലും കൊണ്ടുപോയിട്ടുണ്ട്. മാക്സിമം എനിക്ക് പറ്റാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഏതൊരു വലിയ ഹോട്ടലാണ്. പിന്നെ ചാനലിൻ്റെ ഷോറൂം കണ്ടു, ഗുച്ചിയുടെ കണ്ടപ്പം ഇതൊക്കെ കാണാം. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഒരു കടയിലേക്ക് ഒരു മിനി എന്താ പറയുക, നമ്മളുടെ കോഴിക്കോടുള്ള മിഠായി തെരുവുണ്ടല്ലോ, അതുപോലത്തെ ഒരു സ്ട്രീറ്റിലേക്കാണ് പോയത് കേട്ടോ. സ്ട്രീറ്റ് ആണെന്നുണ്ടെങ്കിലും അടിക്കടിയാണ് കട, പക്ഷെ ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഇവർ സംസാരിക്കുന്നത് കേട്ടാൽ മനസ്സിലാവും. നമ്മൾ കുറച്ചൊരു 250 ഗ്രാമിൻ്റെ കാപ്പിപ്പൊടിയാണ് മേടിച്ചത്. കാപ്പിപ്പൊടി വിയറ്റ്നാമീസിലെ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. അപ്പോൾ കാപ്പിപ്പൊടി അവർ പാക്ക് ചെയ്ത് തരാണ്. നമുക്ക് ആവശ്യമുള്ള കാപ്പിപ്പൊടി എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മുടെ മുന്നിൽ തന്നെ അത് ഗ്രൈൻഡ് ചെയ്ത് പാക്കറ്റിലാക്കിയിട്ട് തരും. അതാണ് ഇപ്പോൾ ഇവർ ചെയ്യുന്നത് കേട്ടോ. ഏകദേശം 1300 രൂപയായിരുന്നു. അത് അവിടുത്തെ 3 lakh ആണ് കേട്ടോ. 3 lakh ഞാൻ 3 ലക്ഷത്തിന് ഞാൻ കാപ്പിപ്പൊടി മേടിച്ചു എന്ന് പറയാം. ആ ഒരു രീതിയിലായിരുന്നു കേട്ടോ ഷോപ്പിംഗ് മുഴുവൻ. അവിടെ നിന്ന് അത് മാത്രമേ മേടിച്ചുള്ളൂ, പിന്നെ കുറച്ച് സ്വീറ്റ്സും. അത് ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് ഡിന്നറിന് നമ്മൾ കമ്പനി തന്നെ അലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒരു ഗ്യാതറിംഗ് ആയിരുന്നു, ഒരു പബ്ലിക് ഏരിയയിലായിരുന്നു. നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഈ ഓപ്പൺ സ്പേസിലായിരുന്നു കേട്ടോ. നല്ല ഫുഡൊക്കെ ആയിരുന്നു, ഭയങ്കര വിശന്നിട്ടൊക്കെ ആയിരുന്നു. പിന്നെ തിരിച്ച് ഞങ്ങൾ നേരെ റിസോർട്ടിൽ ചെന്നപ്പോഴാണ് എനിക്ക് നേരത്തെ ഇറങ്ങുമ്പം അത്യാവശ്യം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഇത് നിങ്ങൾ കണ്ടു നോക്കൂ, ബാറ്, നമുക്ക് ഒരു ജ്യൂസ് കൗണ്ടറുണ്ട്, അപ്പുറത്ത് നമുക്ക് ടീ കൗണ്ടറുണ്ട്, എല്ലാം അടിപൊളിയായി സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു ക്രിസ്മസി ഫീലിങ്ങും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഇത് കണ്ടപ്പം. അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ നേരെ റൂമിലേക്കാണ് പോയത്. പിന്നെ ആകെ ടയേർഡാണ് ആയിരുന്നല്ലോ. പിന്നെ പിള്ളേരെയും കൊണ്ടൊക്കെയെന്ന് പറയുമ്പം പിന്നെ എടുത്ത് പറയേണ്ട കാര്യമില്ല. ഇനി പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് പോയി. ഹലോ ഗൈസ്, ഞങ്ങൾ ഉറങ്ങാൻ പോവാണ് കേട്ടോ. ലൈറ്റൊക്കെ ഓഫാക്കി
പ്രശ്നേട്ടൻ ഇവിടെ ഇല്ല. അപ്പം പ്രശ്നേട്ടൻ പുറത്ത് പോയേക്കുക. ഞങ്ങൾക്ക് ഉറക്കം വന്നപ്പോൾ ഞങ്ങൾ ഉറങ്ങുകയാണ്. അപ്പോൾ ഇന്ന് വരെയുള്ള വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാളത്തെ അവാർഡ് വീഡിയോ ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടാറ്റ, ബൈ ബൈ. ബൈ ബൈ.